ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ കുറച്ച് ഡ്രിങ്ക്സ് ആയാലോ? അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് കുറച്ച് കുക്കുംബർ ആണേ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നാരങ്ങയുടെ പീസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുവൊന്നും ഇല്ലാതെ ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം ഞാൻ ചേർത്തത് ഇഞ്ചിയുടെ കഷ്ണമാണ്. ഒരു ചെറിയ എരിവും കൂടെ നമുക്ക് കിട്ടുമല്ലോ. ഇനി ഞാൻ ചേർത്തത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര പൊടിയായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിൻ ചെയ്ത് ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുവാണേ. ഇപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കുംബർ ജ്യൂസ് ഈ സമ്മർ സീസണിൽ കുടിക്കുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യമാട്ടോ. ഇത് സാലഡ്സ് ആയിട്ടും ഉപയോഗിക്കാം, അല്ലാതെ വെറുതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സും കൂടെ ചേർത്ത് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിക്കാം. ഞാനിപ്പോൾ ഒരു ഐസ് ക്യൂബ്സ് ഇട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അത് സെർവ് ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് കുറച്ച് നാരങ്ങയും അതിലേക്ക് ഒരു ഇഞ്ചി കഷ്ണവും ഒരു പച്ചമുളകോ അല്ലെങ്കിൽ ഒരു കാന്താരിയോ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മാമ്പഴത്തിന്റെ പീസും ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പൊ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ചിയ സീഡ്സോ അല്ലെങ്കിൽ നമ്മുടെ സബ്ജ സീഡ്സോ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചൂട് സമയത്ത് മാമ്പഴമൊക്കെ അവൈലബിൾ ആണല്ലോ, അപ്പൊ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആട്ടോ. ഇനി നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട് സമയമല്ലേ, നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ജ്യൂസ് കുടിക്കണം തോന്നുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മാമ്പഴത്തിന്റെ പീസൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ അല്ലേ? നമുക്ക് മാമ്പഴം അല്ലാതെ അടിച്ചു കുടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാ അല്ലേ? അപ്പൊ വേറെ മെത്തേഡിലൊക്കെ നിങ്ങൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളി മാംഗോ ലൈം തയ്യാറായിട്ടുണ്ടേ. നമ്മുടെ അടുത്ത ജ്യൂസിനായിട്ട് ഇതുപോലെ തന്നെ നാരങ്ങയുടെ പീസൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുരുവില്ലാത്ത നാരങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്തത് കുറച്ച് മുന്തിരിങ്ങയാണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം കേട്ടോ. കുറച്ച് കട്ടിയായിട്ടാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ജ്യൂസ് ഒന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരി ലൈം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതുമാണ്. വേനൽക്കാലത്ത് ഇതൊന്ന് കുടിക്കുക തന്നെ വേണം. അതിനായിട്ട് ഒരു പൈനാപ്പിള്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഏലക്ക, അതുപോലെ നമ്മുടെ നാരങ്ങ ഒന്ന് പീസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നാരങ്ങ എന്തെങ്കിലും പിഴിഞ്ഞ് ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം പുതിനയില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര ഇങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇനി ഇത് സ്ട്രെയിൻ ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്താൽ പൈനാപ്പിൾ ലൈം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ചേർത്ത പൈനാപ്പിളിന് നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അഡീഷണൽ പൈനാപ്പിൾ ചേർക്കാതിരുന്നത് കേട്ടോ. ഈ ചൂട് സമയത്ത് ഇത് കുടിക്കേണ്ടത് അത്യാവശ്യമാട്ടോ, മറക്കല്ലേ. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കണ്ടേ? അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കരിക്കൊന്ന് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർക്കേണ്ടത് കരിക്കിന്റെ വെള്ളം തന്നെയാണേ. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാ. ഇതിലേക്ക് ഞാൻ ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോ മധുരമൊന്നും ചേർക്കാതെയാണ് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആട്ടോ. നമ്മുടെ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക് ആണ്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്താൽ മാത്രം മതി, ഇത് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഇളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചമാങ്ങയുടെ സീസൺ അല്ലേ, പച്ചമാങ്ങയും കൂടെ ചേർത്തൊരു ജ്യൂസ് അടിച്ചാലോ? അപ്പൊ അതിനായിട്ട് കുറച്ച് പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ. ബ്ലെൻഡറിലാണെങ്കിലും മതി കേട്ടോ. അതിലേക്ക് പഞ്ചസാര, ലേശം നാരങ്ങ നീര് പിഴിഞ്ഞത്, പിന്നെ നമ്മുടെ അടിപൊളി പുതിന ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം.
ഒരു നുള്ളുപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നല്ലപോലെ അടിച്ച് ഇതുപോലെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി പച്ചമാങ്ങ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. സബ്ജ സീഡ്സും അതുപോലെ തന്നെ ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് സെർവ് ചെയ്യാവുന്ന. മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ കുരു ഇല്ലാത്ത നാരങ്ങയൊക്കെ ഒന്ന് പീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ, ഇല്ലെങ്കിൽ നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നത് ടേസ്റ്റി ആട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 3-4 കഷ്ണം ഒന്ന് ആപ്പിളാണ്. അതായത് ഒരു പീസ് ആപ്പിൾ ഞാനൊന്ന് കഷ്ണിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സ്ട്രെയിൻ ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലേക്കും നമുക്ക് സബ്ജ സീഡ്സോ ഐസ് ക്യൂബ്സോ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാം കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് തണ്ണിമത്തൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് പുതിന ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണേ. ഇനിയാണ് നമ്മുടെ ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ശർക്കര ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഐസ് ക്യൂബ് ഇടാം, അതുപോലെ തന്നെ നമ്മുടെ സബ്ജ സീഡ്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ സംഭാരം തയ്യാറാക്കാനായിട്ട് കുറച്ച് നെല്ലിക്ക, ഒരു കഷ്ണം ഇഞ്ചി, നെല്ലിക്ക ഞാൻ ഉപ്പിലിട്ടതാണ് എടുത്തത്, ഫ്രഷ് എടുത്താലും മതി. ഇനി 2-3 കറിവേപ്പില, പിന്നെ കുരുമുളക്, അതും 1-2 ഇട്ട് ഇതുപോലെ ഒന്ന് ചതയ്ക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചതച്ച കൂട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സോഡ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷെ ഹെൽത്തി ആയിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം തന്നെ ചേർത്ത് കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് കഞ്ഞിവെള്ളം ചേർത്തിട്ടാണെങ്കിലും കുടിക്കാം കേട്ടോ. അത് വളരെ ടേസ്റ്റിയാണ്. പിന്നെ മോര് ചേർത്തിട്ടും കുടിക്കാം. ഇത് ഏത് മെത്തേഡിൽ വേണമെങ്കിലും കുടിക്കാവുന്ന ഒരു കൂട്ടാണ്. വളരെ ഹെൽത്തിയാണ്. ഈ ചൂട് കാലത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ അവസാനം തയ്യാറാക്കുന്ന നമ്മുടെ അടിപൊളി ഡ്രിങ്ക് കൂടി ഒന്ന് നോക്കണ്ടേ. അപ്പൊ അതിനായിട്ട് കുറച്ച് ഓറഞ്ച് ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അതിൽ നിന്ന് കുറച്ച് ഓറഞ്ച് ഒന്ന് ചേർത്ത് കൊടുത്താലോ. ഓറഞ്ച് ഈ ചൂട് സമയത്ത് നമ്മൾ അല്ലാതെ കഴിക്കുന്നതും നല്ലതാട്ടോ. ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പീസ് നാരങ്ങ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഏലക്ക ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു സ്ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലും ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ചില സമയങ്ങളിൽ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അധികം അങ്ങനെ പഞ്ചസാര ചേർക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചില ജ്യൂസുകളിൽ പഞ്ചസാര ആഡ് ചെയ്തത് കാണിക്കാത്ത കേട്ടോ. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്താലോ. ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ സബ്ജ സീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച എല്ലാ ഡ്രിങ്ക്സും എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാവുന്നതല്ലേ. അപ്പൊ ഈ ചൂട് സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒക്കെ ഡ്രിങ്ക്സ് തയ്യാറാക്കാറുണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാനും മറക്കരുതേ. വേറെ ഏതെങ്കിലും നമുക്ക് വീഡിയോകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. വീണ്ടും അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.